ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് നമ്മുടെ വലിയുള്ളിയുടെ തൊലി, ചെറിയുള്ളി, അതുപോലെ തന്നെ ചെറിയുള്ളിയുടെ തൊലി, മുളകിൻ്റെ ഞെട്ട്, അതുപോലെ തന്നെ വെളുത്തുള്ളിയുടെ തൊലി, ഇതൊക്കെ വെച്ച് നമുക്കൊരു അടിപൊളി ടിപ്പ് ചെയ്തെടുക്കാനുണ്ട് കേട്ടോ. അപ്പോൾ അതാണ് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ ഇതുപോലെ ഇതിനൊക്കെ തൊലി എടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് ഒരു അല്പം വെള്ളം ഒഴിച്ചെടുത്തതിന് ശേഷം നമുക്കൊരു ദിവസം ഇങ്ങനെ വെച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഏകദേശം ഒരു ദിവസം, ഒരു രാത്രിയിൽ ഇങ്ങനെ വെച്ച് കൊടുത്തതിന് ശേഷം പിറ്റേ ദിവസം നമുക്ക് എടുത്ത് ഈ വെള്ളത്തോട് തന്നെ നമുക്ക് നന്നായി ഒന്ന് തിളപ്പിച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇനി ഇത് നമുക്ക് നന്നായി ഒന്ന് തിളപ്പിച്ച് കൊടുക്കാം. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് തിളപ്പിച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട് അടുപ്പത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് നന്നായി ഒന്ന് തിളച്ച് വരുന്നുണ്ട്. ഇനി ഇത് നമുക്ക് എടുത്ത് വെക്കാം. ഇനി നമുക്ക് ഇതിൻ്റെ ഈ നീരൊന്ന് എടുത്ത് വെക്കാം കേട്ടോ. നീരൊന്ന് എടുത്ത് വെക്കാം. അപ്പോൾ ഇതിൻ്റെ നീരാണ് എടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ചണ്ടിയൊക്കെ ഒഴിവാക്കി ഈ നീര് റെഡ് കളറുണ്ട്. ഇത് നമുക്ക് ഏകദേശം നമ്മുടെ ഉള്ളിയുടെയും ഇതിൻ്റെയൊക്കെ നന്നായിട്ട് ഇതിൽ പിടിച്ചിട്ടുള്ള ഒരു നീരാണ് നമുക്ക് കിട്ടിയത്. ഇതാണ് നമുക്ക് വേണ്ടതെന്ന് പറയുന്നത്. ഇനി ഇതിലേക്ക് ഒരു ഇൻഗ്രീഡിയൻസ് കൂടി നമുക്ക് ഒഴിച്ചെടുക്കാനുണ്ട്. അതുകൂടി ഞാനിതിൽ കാണിച്ചു തരാം. അപ്പോൾ ഇനി ഇതിലേക്ക് നമുക്ക് വേണ്ടത് സാനിറ്റൈസർ ആണ് കേട്ടോ. ഒരല്പം സാനിറ്റൈസർ നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ സാനിറ്റൈസർ കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് നന്നായി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കൊരു സ്പ്രേ ബോട്ടിലേക്ക് നമുക്ക് ആക്കിയെടുക്കാം. അപ്പോൾ ഇത് നമുക്ക് മെഴുക്ക് പോലെ കെട്ടി നിൽക്കുന്നത് നമ്മുടെ സാനിറ്റൈസർ ഒഴിച്ചത് കൊണ്ടാണ് കേട്ടോ. അപ്പോൾ അത് നന്നായി ഇതിലൊന്ന് ജസ്റ്റ് ഒന്ന് ഡൈല്യൂട്ട് ആയതിനു ശേഷം നമുക്കിത് നമ്മുടെ ഏകദേശം ഒന്ന് ചൂടാറിയതിന് ശേഷം നമുക്ക് നമ്മുടെ സ്പ്രേ ബോട്ടിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇത് പല്ലിക്ക്, പാറ്റ എന്നീ മുതലായ എല്ലാ ചെറിയ ജീവികൾക്കും ഇത് വളരെ എഫക്റ്റാണ്. ഇത് നിങ്ങൾക്ക് മസ്റ്റായിട്ടൊന്ന് ട്രൈ ചെയ്യാവുന്നതാണ്. ഇത് വളരെ യൂസ്ഫുള്ളും തന്നെയാണ് കേട്ടോ. അപ്പോൾ ഇത് വെച്ച് നമുക്ക് എവിടെ വേണമെങ്കിലും ക്ലീൻ ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിത് നമ്മുടെ സ്പ്രേ ബോട്ടിലാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഈ ഒരു മിശ്രിതം നമുക്ക് നമ്മുടെ കിച്ചൺ കൗണ്ടറിൽ ജോലികളൊക്കെ കഴിഞ്ഞതിന് ശേഷം, എല്ലാ പണികളും കഴിഞ്ഞതിന് ശേഷം കിച്ചൺ കൗണ്ടറിലൊക്കെ അടിച്ചു കൊടുത്ത് തുടച്ചെടുക്കാം. അല്ലെങ്കിൽ സ്പ്രേ ബോട്ടിൽ അല്ലെങ്കിൽ തന്നെ നമുക്ക് കുറച്ച് ഒഴിച്ചതിന് ശേഷം അവിടേക്ക് ഒന്ന് തുടച്ചെടുത്താൽ തന്നെ ആ ഏരിയകളിലേക്കൊന്നും പല്ലിയുടെയും ഒരു പ്രാണിയുടെയും ശല്യം ഉണ്ടാവില്ല. അതുപോലെ നമ്മുടെ ഗ്യാസ് അടുപ്പിൻ്റെ അടിയിലൊക്കെ നമുക്ക് കുറച്ച് ഒഴിച്ചു കൊടുത്തതിന് ശേഷം അവിടേക്ക് ഒന്ന് തുടച്ചു കൊടുക്കാം. ഇത് ഏകദേശം നമുക്കൊരു ആഴ്ചയോളം നമുക്കിത് വെക്കാം. ഇത് നല്ലൊരു ലായനിയാണ്, കീടനാശിനി എന്ന് വേണേൽ പറയാം. നമുക്കതുപോലെ തന്നെ നമ്മുടെ ചീരകളിലും അതുപോലെ തന്നെ കറിവേപ്പിൻ്റെ ഇലയിലൊക്കെ ഉണ്ടാകുന്ന ഈ ചെറിയ പുഴുക്കുത്തൊക്കെ തടയാനും ഇത് നമുക്ക് ഉപകരിക്കും. അതിലൊക്കെ നമുക്കിത് അടിച്ചു കൊടുക്കാവുന്നതാണ്. അതുപോലെ തന്നെ പച്ചക്കറികളിൽ, അതുപോലെ നമ്മുടെ പച്ചക്കറിയുടെ ചെടികളിൽ ഒക്കെ വിത്തൊക്കെ ഇട്ട് വരുന്ന ചെറിയ ചെറിയ കുഞ്ഞിച്ചെടികളിലൊക്കെ നമ്മുടെ ചെറിയ ഈച്ചയുടെയും അതുപോലെ തന്നെ പല ചെറിയ ചെറിയ പുഴുക്കളുടെ ഒക്കെ ശല്യം ഉണ്ടാവാറുണ്ട്. അതിനായി നമുക്ക് വേരിലല്ല കേട്ടോ, ഇലയിലാണ് അടച്ചു കൊടുക്കേണ്ടത്. മാത്രമല്ല നമ്മുടെ വീടുകളിലൊക്കെ ഇത് ചെയ്ത് കൊടുക്കാം. വേസ്റ്റ് ഇടുന്ന സൈഡുകളിലൊക്കെ നമുക്ക് അടിച്ചു കൊടുക്കാം. അത് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ടിപ്പാണ്. നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കൂ.